ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതങ്ങൾക്ക് സാക്ഷ്യം നൽകുന്ന അനേകം വ്യക്തികളെ ബൈബിളിൽ കണ്ടുമുട്ടുന്നതിന് നമുക്ക് സാധിക്കും. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് വഴിവിളക്കുകളായിത്തീരുന്നതിന് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എപ്രകാരം ക്രമീകരിക്കണമെന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്രകാരം നിലനിൽക്കണമെന്നും നമ്മെ പഠിപ്പിക്കുന്ന അനേകം വ്യക്തികളെ നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഇന്ന് ഈ എപ്പിസോഡിൽ പ്രത്യേകമായി നമ്മൾ ആദത്തെ ഒന്ന് പരിശോധിക്കുകയാണ്. ആദം എങ്ങനെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് വഴികാട്ടിയായി നിൽക്കുന്നത്? ആദത്തിൻ്റെ ജീവിതം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ എങ്ങനെയാണ് വിശകലനം ചെയ്യപ്പെടേണ്ടതെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ആദ്യ പിതാവാണ് ആദം. ആദത്തെ ദൈവം സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ദൈവം സൃഷ്ടികർമ്മം നടത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ദൈവം ആദത്തെ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി തൻ്റെ ജീവശ്വാസം ആദത്തിൻ്റെ നാസ്വാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചപ്പോൾ ആദത്തിന് ജീവനുണ്ടായി. ഈ ഭൂമിയിൽ ആദം ജീവിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിലും ആത്മബന്ധത്തിലും ആദത്തിൻ്റെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ആദത്തെ കണ്ടുമുട്ടിയ ദൈവം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദത്തിൻ്റെ മുഖം വളരെ സങ്കട നിർഭരമാണ്. കാരണം സൃഷ്ടികളിലുള്ള ജീവജാലങ്ങളും മൃഗജാലങ്ങളും ഒക്കെ ആദത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും ആദത്തിന് ചേരുന്ന ഒരു ഇണയെ, ഒരു തുണയെ കണ്ടുപിടിക്കുവാൻ ആദത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ഇരുന്ന ആദത്തെ ആശ്വസിപ്പിക്കുവാനായി ദൈവം തീരുമാനിച്ചു. ആദത്തിന് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആദത്തിന് ഒരു തുണയെ നൽകുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ആദത്തെ ഉറക്കിക്കിടത്തിയതിനു ശേഷം ആദത്തിൻ്റെ വലതുവശത്തുള്ള വാരിയെല്ല് എടുത്തുകൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ച് ആദത്തിന് ജീവിത പങ്കാളിയായി ദൈവം നൽകി. അവളെ ഹൗവ എന്ന് നമ്മൾ വിളിക്കുന്നു. അങ്ങനെ സൃഷ്ടിയുടെ മകുടമായി ആദവും ഹൗവയും ദൈവം അവർക്കു വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഏദൻ തോട്ടത്തിൽ സന്തോഷപൂർവ്വം ജീവിക്കുകയാണ്. ദൈവത്തോടുള്ള ആത്മബന്ധത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിൽ ആദവും ഹൗവയും ഏദൻ തോട്ടത്തിൽ പാർക്കുമ്പോൾ ദൈവം അവരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഈ തോട്ടം നിങ്ങൾ നോക്കണം. ഈ തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ ഈ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പഴം പറിച്ച് കഴിക്കരുത്. ഒരു ദിവസം ഹൗവ ഏദൻ തോട്ടത്തിൽ ആയിരിക്കുമ്പോൾ പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ഹൗവയോട് ചോദിച്ചു, ദൈവം നിങ്ങളോട് പഴം എന്തെങ്കിലും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹൗവ പറഞ്ഞു, തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് കഴിക്കരുതെന്ന് ദൈവം ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൗവയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർപ്പം ഇപ്രകാരം പറഞ്ഞു, തോട്ടത്തിന് നടുവിലുള്ള ഈ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നുള്ളത് കൊണ്ടാണ് ദൈവം നിങ്ങളോട് ഈ പഴം പറിച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞത്. അങ്ങനെ ആദവും ഹൗവയും സർപ്പത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞ കൽപ്പനയെ ലംഘിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ ദൈവവചനം ജീവിക്കുവാനും ദൈവവചനം അനുസരിക്കുവാനും ദൈവവചനം പാലിക്കുവാനും കടപ്പെട്ട മനുഷ്യൻ ദൈവവചനം വിസ്മരിച്ച് പിശാചിൻ്റെ വചനത്തിലേക്ക്, സർപ്പത്തിൻ്റെ വാക്കുകളിലേക്ക് കാതോർക്കുകയാണ്. ഹൗവ പഴം പറിച്ചു കഴിച്ചു. തൻ്റെ ജീവിത പങ്കാളിയായ ആദത്തിനും ഈ പഴം പറിച്ച് നൽകി. വൈകുന്നേരമായപ്പോൾ ആദത്തെയും ഹൗവയെയും അന്വേഷിച്ച് ദൈവം ഏദൻ തോട്ടത്തിലെത്തി. ആദം നീ എവിടെയെന്ന് ആദത്തോട് ദൈവം ചോദിച്ചു. ആദം വൃക്ഷത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരുന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ വൃക്ഷത്തിൻ്റെ പിന്നിലുണ്ട്. എന്തിനാണ് നീ മറഞ്ഞിരിക്കുന്നതെന്ന് ദൈവം ചോദിച്ചപ്പോൾ ആദം പറഞ്ഞു, ഞാൻ നഗ്നനായതുകൊണ്ട് എനിക്ക് അങ്ങയുടെ മുൻപിൽ വരുവാൻ മടിയാണ്. ദൈവം ചോദിച്ചു, ഭക്ഷിക്കരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചുവോ? ആദം മറുപടി പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്നെ ചതിച്ചു, ഞാൻ ഈ പഴം പറിച്ചു കഴിച്ചു.
അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദവും ഹവ്വയും പുറത്താക്കപ്പെടുകയാണ്. ആദത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആദത്തിൻ്റെ ജീവിതത്തെ രണ്ട് രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത്, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആദത്തെ സൃഷ്ടിക്കുന്നു. രണ്ടാമത്തേത് ആദത്തിൻ്റെയും ഹവ്വയുടെയും പതനമാണ്. ഒന്നാമത്തെ ആദം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവിത പകുതിയിൽ നമ്മൾ കാണുന്നത് ദൈവത്തോടുള്ള ആത്മബന്ധത്തിലും ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിലും ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിൽ വസിക്കുന്ന ആദമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ. ദൈവം തൻ്റെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ച മനുഷ്യൻ. ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും പേര് നൽകുവാൻ ദൈവം നിയോഗിച്ച മനുഷ്യൻ. ആദത്തിൻ്റെ സങ്കടം കണ്ടിട്ട് ആദത്തിന് ഒരു തുണയെ നൽകുവാൻ, ഒരു കൂട്ട് നൽകുവാൻ ദൈവം തന്നെ തീരുമാനിക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരു ആദത്തെ നമ്മൾ ആദ്യ പകുതിയിൽ കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ മുൻപോട്ടുള്ള യാത്രയിൽ ആദത്തിന് വീഴ്ച സംഭവിക്കുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആദത്തോട് പഴം പറിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ വിശ്വസിച്ചുകൊണ്ട് ദൈവകൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ആദം ഈ പഴം പറിച്ച് കഴിക്കുകയാണ്. ഇവിടെ മുതൽ ആദത്തിൻ്റെ ജീവിതം മാറിത്തുടങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം അതുവരെ തന്നോടൊപ്പമായിരുന്ന, അതുവരെ താനൊപ്പമായിരുന്ന, അതുവരെ താൻ ജീവിച്ച ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ആദത്തിന് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ആദം ഓടി മാറുകയാണ്, ആദം മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരാജിതനായി തലകുനിച്ച് ദൈവ മുൻപിൽ നിൽക്കുന്ന ആദത്തെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആദം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിത പങ്കാളിയുടെ വാക്ക് കേട്ടുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള ആദത്തിൻ്റെ ബന്ധം മുറിയപ്പെടുന്നു. രണ്ടാമത്, ദൈവം വന്ന് നീ പഴം പറിച്ച് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ജീവിത പങ്കാളിക്കെതിരെ വിരൽ ചൂണ്ടുന്ന ആദം മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മുറിയപ്പെടൽ അനുഭവം ഉണ്ടാകുന്നു. മൂന്നാമതായിട്ട്, ആദത്തിൻ്റെ ആന്തരിക മനുഷ്യൻ ആദത്തോട് പഴം പറിച്ച് കഴിക്കരുത്, അതാണ് ദൈവകൽപ്പന എന്ന് പറയുമ്പോഴും ആദം ആന്തരിക മനുഷ്യൻ്റെ സ്വരം ശ്രവിക്കാതെ പഴം പറിച്ച് കഴിക്കുന്നു. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 3 തരത്തിലുള്ള വിഘടനങ്ങൾ ആദത്തിൻ്റെ വീഴ്ചയോടെ ഏദൻ തോട്ടത്തിൽ സംഭവിക്കുന്നു. ഒന്നാമത്തേത്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വീഴ്ച സംഭവിക്കുന്നു. രണ്ടാമത്തേത്, മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വീഴ്ച സംഭവിക്കുന്നു. മൂന്നാമത്തേത്, ആന്തരിക മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വീഴ്ച സംഭവിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ആദത്തിൻ്റെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ 2 തലത്തിൽ നമുക്ക് ആദത്തിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദമെന്ന മനുഷ്യൻ ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ ദൈവിക കൽപ്പനകൾ അനുസരിക്കുവാൻ സന്നദ്ധനായിരുന്നു. ദൈവത്തോട് ചേർന്നിരുന്നപ്പോൾ ദൈവിക നന്മകളിൽ ആസ്വദിച്ച ഒരു മനുഷ്യനായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ്. ആദത്തെ പോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിൽ വസിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിൽ വസിക്കുവാൻ വിളിക്കപ്പെട്ട നാം ദൈവവചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ, ദൈവവചനമനുസരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്തുകൊണ്ട് ദൈവ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ടാകും. ആദത്തിന് ജീവിത പങ്കാളിയെ വേണം, ആദം ഒറ്റയ്ക്കാണെന്ന് ദൈവമാണ് മനസ്സിലാക്കിയിട്ട് ആദത്തിന് ജീവിത പങ്കാളിയെ നൽകുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ യഥാർത്ഥ ആവശ്യത്തിൽ നമ്മെ ചേർത്ത് നിർത്തുന്നതിന്, അത് നമുക്ക് പ്രദാനം ചെയ്യുന്നതിന് ദൈവം നമ്മളോടൊപ്പമുണ്ടാകും എന്ന് ആദത്തിൻ്റെ ആദ്യ പകുതിയിലെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ആദത്തോട് സംഭാഷണം ചെയ്യുവാൻ കടന്നു വരുന്ന ദൈവം, ആദത്തിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ദൈവം, ആദത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം. ശരിക്കും ദൈവം നമ്മുടെ ജീവിതം ഉറ്റുനോക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ ദൈവം പങ്കുകാരനാകുന്നുണ്ട്. നമ്മളോട് സംഭാഷണം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
നമ്മളോടൊപ്പമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത് എന്ന് ചോദിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചില ഇഷ്ടങ്ങൾ കാരണം, ചില വ്യക്തികൾ കാരണം, ചില വസ്തുക്കൾ കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. ഹവ്വ പഴം പറിച്ചു കൊടുത്തപ്പോൾ ആദത്തിന് നഷ്ടപ്പെട്ടത് ദൈവത്തോടുള്ള ആത്മബന്ധമാണ്. ദൈവത്തോടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു പോയതിലാണ് ആദം പിന്നീട് വിലപിക്കുന്നത്. ദൈവത്തോടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവത്തെ തന്നെ ആദത്തിന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആത്മബന്ധം രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ഒരു പരിശ്രമം നമുക്ക് ആവശ്യമാണെന്ന് ആദത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ആയിരിക്കുന്ന അവസരങ്ങളിൽ ജീവിതത്തിലുടനീളം ദൈവത്തോടുള്ള ആത്മബന്ധം നിലനിർത്തുമ്പോൾ, ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ദൈവത്തോടുള്ള ആത്മബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡവും അടിസ്ഥാനവും ആയിത്തീരുമ്പോൾ, ആദ്യ പകുതിയിലെ ആദത്തെ പോലെ, ഏദൻ തോട്ടത്തിൽ ആദ്യ പകുതിയിൽ ജീവിച്ച ആദത്തെ പോലെ നമുക്ക് സന്തോഷിക്കുവാനും ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കുവാനും സാധിക്കും. പതനം കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആദം കണ്ണീരിൻ്റെ വഴിയെ നടക്കുവാൻ വിധിക്കപ്പെട്ടവനാകുന്നു. കഷ്ടങ്ങളും വേദനകളും യാതനകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിലേക്ക് പുറംതള്ളപ്പെട്ടു പോകുന്നുണ്ട്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും വിശുദ്ധ പൗലോസ്ലീഹ ഉറക്ക വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നതെന്ന്. ആദത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ദൈവത്തോടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു പോയതിനാൽ, ദൈവത്തോടുള്ള സ്നേഹബന്ധം നഷ്ടപ്പെട്ടു പോയതിനാൽ കണ്ണീരിൻ്റെ വഴിയെ അവൻ നടക്കുമ്പോൾ അവൻ വിലപിക്കുന്നുണ്ട്. അവൻ പലയാവർത്തി ഏദൻ തോട്ടത്തിലേക്ക് എത്തി നോക്കുന്നുണ്ട്. താൻ ഉപേക്ഷിച്ച് തിരികെ ഇറങ്ങിപ്പോന്ന ഏദൻ തോട്ടം കൊതിയോടെ അവൻ മാറി നിന്ന് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, ദൈവാലയം കാണുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥനയിലേക്ക് കുറേ കൂടി ശക്തമായിട്ട് തിരികെ വരണമെന്ന്. നമുക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥനയിൽ കുറേ കൂടി ബലപ്പെടണമെന്ന്. നമുക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥനയിൽ വളരണമെന്ന്. എന്നാൽ എവിടെയൊക്കെയോ മുറിഞ്ഞുപോയ ആത്മബന്ധം വീണ്ടും 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 ആ കുറവുകളിലേക്ക് തന്നെ നമ്മെ നയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ആത്മബന്ധം വീണ്ടും പഴയ വീഴ്ചകളിലേക്കും പഴയ താഴ്ചകളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നു. ഹവ്വ ആദത്തിൻ്റെ കരങ്ങളിലേക്ക് പഴം പറിച്ചു കൊടുത്തപ്പോൾ ആദം ദൈവസ്നേഹത്തെ പ്രതി അത് നിരസിച്ചിരുന്നെങ്കിൽ, ദൈവകൽപ്പനയെ പ്രതി അത് നിരസിച്ചിരുന്നെങ്കിൽ, ദൈവത്തോടുള്ള വിധേയത്വത്തെ പ്രതി അത് നിരസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദത്തിന് പറുദീസ നഷ്ടപ്പെടുമായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും നോ എന്ന് പറയേണ്ടതിനോട് നോ പറയണം, വേണ്ട എന്ന് വെക്കേണ്ടതിനോട് വേണ്ട എന്ന് പറയണം. ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് വഴികൾ നമ്മെ തേടിയെത്തിയേക്കാം. വ്യക്തികൾ നമ്മെ സന്ദർശിച്ചേക്കാം. സംഭവങ്ങളും വസ്തുക്കളും സാഹചര്യങ്ങളും ഒക്കെ കടന്നു വന്നേക്കാം. എന്നാൽ അവിടെ ദൈവസ്നേഹത്തെ പ്രതി നോ എന്ന് പറയുവാനുള്ള ഒരു ആർജവത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണമെന്ന് ആദത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, ആദത്തിൻ്റെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആദം കടന്നുപോയിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ യാഥാർത്ഥ്യം ദൈവത്തോടുള്ള ആത്മബന്ധം. ഒരുപക്ഷെ എല്ലാ ദിവസവും ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്നാൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഈ ദൈവത്തോടുള്ള ആത്മബന്ധം ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു ശാന്തത ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു വിള്ളലുണ്ട്. ആ വിള്ളൽ പിന്നീട് സ്ഥിരമായി മാറുകയാണ്. അകൽച്ചയിൽ നിന്ന് അകൽച്ചയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് സ്വയം തിരികെ വരാൻ സാധിക്കില്ല എന്ന് ആദത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ദൈവത്തോടുള്ള അകൽച്ച സഹോദരങ്ങളോടുള്ള അകൽച്ചയിലേക്ക് നമ്മെ നയിക്കും. നാലാമത്തെ കാര്യം, ദൈവത്തോടുള്ള അകൽച്ച നമ്മളോട് തന്നെയുള്ള അകൽച്ചയിലേക്ക് നമ്മെ നയിക്കും. 930-ാം വയസ്സിൽ ആദം ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോൾ ആദത്തിന് അനേകം മക്കളുണ്ടായിരുന്നു. എന്നാൽ ഭൂമിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും സൃഷ്ടിജാലവൃന്ദങ്ങളുടെ മകുടമായി ജീവിക്കുവാൻ കടപ്പെട്ടവനായിട്ടാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആദം സൃഷ്ടിക്കപ്പെട്ടത്. ജന്മമെടുത്തപ്പോൾ, സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ദൈവിക ഛായയും
അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ ആദത്തിന് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആദത്തിൻ്റെ മകൻ കൊലപാതകിയായി തീർന്നിരുന്നു. ഈ ഭൂമിയെ ദുഷിച്ചതാക്കുവാൻ ആദത്തിൻ്റെ തലമുറയ്ക്ക് സാധിച്ചു. അപ്പോൾ ആദമെന്ന ഒരു മനുഷ്യനിലൂടെ എന്തുമാത്രം കുറവുകളാണ് ഈ ഭൂമിയിൽ വന്നത്. ആദമെന്നൊരു മനുഷ്യനിലൂടെ എന്തുമാത്രം പ്രയാസങ്ങളും വേദനകളുമാണ് ഈ ഭൂമിയിൽ വന്നത്. ഈ ഭൂമിക്ക് എന്നേക്കുമായിട്ട് ദൈവം അന്യനായി പോയത് ആദത്തിൻ്റെ വീഴ്ചയിലൂടെയാണെന്ന് വചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ധ്യാനിക്കാം. ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ, ഞാനായിരിക്കുന്ന അവസരങ്ങളിൽ, ഞാനായിരിക്കുന്ന കുടുംബങ്ങളിൽ, ഞാനായിരിക്കുന്ന സമൂഹങ്ങളിൽ എന്നിലൂടെ ദൈവം അന്യം നിന്ന് പോവുകയാണോ, അതോ എന്നിലൂടെ ദൈവാനുഗ്രഹങ്ങളും ദൈവകൃപകളും മറ്റുള്ളവരിലേക്ക് കടന്നു വരികയാണോ? എന്നിലൂടെ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, എന്നിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ, എന്നിലൂടെ എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, എന്നെ കണ്ടുമുട്ടുന്നവരൊക്കെ ദൈവത്തെ കണ്ടുമുട്ടുന്ന വ്യക്തികളായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആദത്തിൻ്റെ ജീവിതം നമ്മൾ വിലയിരുത്തുമ്പോൾ ആദത്തിന് ആദ്യമുണ്ടായിരുന്ന ദൈവസ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ആദത്തെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആദത്തെ ദൈവം സൃഷ്ടിക്കുന്നത്. സൃഷ്ടിയുടെ മകുടമായി ആദത്തെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ദൈവം പറഞ്ഞു, എല്ലാം നിനക്കുള്ളതാണ്, നീ ഇതിനെല്ലാം പരിപാലിക്കണം. അങ്ങനെ എല്ലാ തരത്തിലും ദൈവീക സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ദൈവസ്നേഹം സൃഷ്ടിജാലങ്ങളിലേക്ക് പ്രസരിപ്പിക്കുവാനും ഈ ഭൂമിയുടെ കാവൽക്കാരനായി കാര്യസ്ഥനായി ജീവിക്കുവാനും ദൈവം ആദത്തെ നിയോഗിച്ചു. ഈ ഭൂമിക്ക് അനുഗ്രഹമായി മാറേണ്ടിയിരുന്ന ആദം ഈ ഭൂമിയിൽ നിന്ന് അനുഗ്രഹം നഷ്ടപ്പെടുന്നതിന് കാരണമായ വ്യക്തിയായി മാറി. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ആദത്തിന് ദൈവകൽപ്പനയിൽ നിലനിൽക്കുവാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ്. ഒരുപക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളിയുടെ സ്നേഹവായ്പിന് മുൻപിൽ, തൻ്റെ ജീവിത പങ്കാളിയുടെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് മുൻപിൽ ആദം എപ്പോഴൊക്കെയോ ദൈവത്തിൻ്റെ കൽപ്പന മറന്നുപോയതാകാം. എന്തായാലും ആദത്തിന് വന്ന വീഴ്ച ഒറ്റ വാക്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് ആദം പരിശ്രമിച്ചു. തൻ്റെ ജീവിതത്തിൽ ദൈവിക കൽപ്പന ഒരു നിമിഷം ലംഘിച്ചു എന്നതിൻ്റെ അർത്ഥം ആദം ഒരു നിമിഷമെങ്കിലും ദൈവത്തിൽ നിന്ന് മാറി നിന്നു, ദൈവത്തിൽ നിന്ന് അകന്നു നിന്നു എന്നത് തന്നെയാണ്. അതിൻ്റെ പരിണിത ഫലം അവൻ്റെ ആയുസ് എത്തുന്നിടം വരെ അവന് അനുഭവിക്കേണ്ടി വന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്ന് അകലുവാൻ വെമ്പുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ന്യായവാദങ്ങൾ നമ്മൾ പറയാറുണ്ട്. ആദം പറഞ്ഞതുപോലെ, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എനിക്ക് പഴം തന്നതുകൊണ്ടാണ് ഞാൻ ആ പഴം കഴിച്ചത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ 100 കാരണങ്ങൾ കാണും. ഇതായിരുന്നു കാരണം, ഇതായിരുന്നു, ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയായിരുന്നു, ആ സമയത്ത് എനിക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു, ഇതല്ലാതെ മറ്റൊരു തിരഞ്ഞെടുപ്പ് എനിക്കില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ പറയാറുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് ദൈവിക കൽപ്പന നമ്മുടെ മുൻപിലുണ്ട്, ദൈവവചനം നമ്മുടെ മുൻപിലുണ്ട്. ദൈവം അത് നമുക്കായിട്ട് നൽകിയിരിക്കുന്നതാണ്. അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ആദം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദത്തിനൊരു പക്ഷേ ആ ഒരു നിമിഷം വീഴ്ച സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ആ ഒരു നിമിഷം ആദത്തിൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയില്ലായിരുന്നെങ്കിൽ, ആ ഒരു നിമിഷം ദൈവകൽപ്പനയെ ആദം വിസ്മരിച്ചില്ലായിരുന്നെങ്കിൽ ആദം ഇന്നും സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം പർദീസായിൽ ആകുമായിരുന്നു. എന്നാൽ ഈ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെട്ട് വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷ കാത്തിരുന്ന ആദം ദൈവത്തിൻ്റെ പദ്ധതിയിൽ താൻ പരാജയപ്പെട്ടു പോയല്ലോ എന്നുള്ള വേദനയോടെ ആയിരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും ഓരോ പദ്ധതിയുണ്ട്. വല്ല പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വയെയും ഭാര്യ ഭർത്താക്കന്മാരാക്കിക്കൊണ്ട് മാതാപിതാക്കളാക്കിക്കൊണ്ട് അനുഗ്രഹിച്ച് അവരെ ബലപ്പെടുത്തിയ ദൈവം ഈ ഭൂമിയിൽ കുടുംബങ്ങൾ സ്ഥാപിക്കുമ്പോൾ, ജീവിത പങ്കാളികളെ പരസ്പരം ഒരുമിപ്പിക്കുമ്പോൾ
അവർക്ക് മക്കളെ ദാനമായി നൽകുമ്പോൾ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹീതമായി തീരണം. ഏദൻ തോട്ടത്തിൽ ആദി മാതാപിതാക്കൾക്ക് സംഭവിച്ചു പോയ താളപ്പിഴ ഈ ഭൂമിയിൽ ഓരോ കുടുംബത്തിലെ അംഗങ്ങൾക്കും സംഭവിക്കരുത്. കുടുംബജീവിതം ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കുന്നതായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആദവും ഹവ്വയും എല്ലാ തരത്തിലും നമുക്കൊരു മാതൃകയാണ്. അതായത് ദൈവം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് ആദത്തിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് ആദത്തിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം എങ്ങനെ പ്രദാനം ചെയ്യുമെന്ന് ആദത്തിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് ആദത്തിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്രകാരമായിരിക്കുമെന്ന് ആദത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക കൽപ്പനകൾ ലംഘിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനത്തിൻ്റെ വേദനയുടെ അനുഭവം എന്താണെന്ന് ആദത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ദൈവമനുഷ്യ ബന്ധം എങ്ങനെയാണെന്നും ഒരർത്ഥത്തിൽ ദൈവമനുഷ്യ ബന്ധം എങ്ങനെയാണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ആദത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായാൽ എന്ത് സംഭവിക്കും എന്നും ആദത്തിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ആദത്തിൻ്റെ ജീവിതത്തെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി വിശകലനം ചെയ്തുകൊണ്ട് ക്രമീകരിക്കാം. മാറ്റേണ്ടതിനെ മാറ്റിക്കൊണ്ട് ദൈവത്തോടുള്ള അകൽച്ചയുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തോടുള്ള ആത്മബന്ധം പുനഃസൃഷ്ടിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ